പോയോ? ഞാൻ ഒന്നുകൂടി എൻ്റെ സ്റ്റുപ്പിഡ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെ വരാതിരിക്കും? മമ്മൂക്ക ലാലേട്ടൻ കോംബോ ഒരുമിക്കുന്ന ഒരു പടം. എനിക്കൊന്ന് ലാസ്റ്റ് വന്ന മമ്മൂക്ക ലാലേട്ടൻ പടം 2020 ആയിരിക്കും. അല്ല, കടൽ കടന്ന ഒരു മാത്തുക്കുട്ടി. അതിൽ ലാലേട്ടൻ ക്യാമിയോ റോൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച പാട്രിയോട്ട്, മലയാള സിനിമാ പ്രേക്ഷകരുടെ വലിയ കാത്തിരിപ്പുകളിൽ ഒന്നായിട്ടുള്ള ഈ മമ്മൂക്ക ലാലേട്ടൻ ഈ രണ്ട് ഇതിഹാസങ്ങളെ ഒരുമിച്ചെത്തുന്ന ആ ഒരു ചലച്ചിത്രം. അപ്പം അതിന്റെ ടീസറിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട് മാഗി. ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്, വിശ്വാസം. ഈ ബിഗ് ഗംസിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡയലോഗ് ആണല്ലോ. രേവത് മരിച്ചു കിടക്കും. They are going to bring social scope to people. മൊത്തം 3 പേരുണ്ട്. സാറിനെ തടുക്കാൻ കഴിയും. Periscope. Student laptop skim program. Is that similar to Periscope? The program അവരെ secretly watch ചെയ്യുന്നുണ്ട്. വീണ്ടും ഒന്നിച്ച് എന്താവുന്ന അന്വേഷണം അറിയാം. ആര് വീണ്ടും? ബ്ലാസ്റ്റ്. പോളി. Tell him to complete the sentence. Great Indian traitor or patriot? ഇതിപ്പോ എന്താ പറയാ, ഒരു സ്പൈ ത്രില്ലർ, ഒരു മിഷൻ ഇമ്പോസിബിൾ വൈബിൾ അത്രക്കില്ല എന്നാലും. പക്ഷെ മഹേഷ് നാരായണൻ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള ഒരു പടം തന്നെ ആയിരിക്കും. സോ യാ, ഇറ്റ് വിൽ ബി ഗുഡ്. അതേപോലെ ഞാനിത് ഒന്നുകൂടെ കണ്ടു നോക്കട്ടെ. ഇതിന്റെ തമിഴ്, ഹിന്ദി, തെലുഗു ഉണ്ട്. അതും കൂടെ കാണട്ടെ. ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ തമിഴ്, തെലുഗു, ഹിന്ദി എല്ലാ വേർഷനിലും മമ്മൂക്കയുടെ സ്വന്തം വോയിസ് തന്നെയാണ്. ഇതിപ്പോ ടീസർ ആയതുകൊണ്ട് മിക്കവാറും മമ്മൂക്കയുടെ ഡയലോഗ്സ് മൊത്തം ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് എല്ലാ ഭാഷയിലും നിലനിർത്തിയതാണെന്ന് തോന്നുന്നു. അത് മമ്മൂക്കയ്ക്ക് പിന്നെ ഏത് ഭാഷയിലും സ്വന്തം സൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. കുഞ്ചാക്കോവിന്റെ ആണെങ്കിലും ഇംഗ്ലീഷ് ഡയലോഗ് ആയതുകൊണ്ട് എല്ലാ ഭാഷയിലും പുള്ളിയുടെ സൗണ്ട് തന്നെയാണ്. ഫഹദിന്റെ തമിഴിലും മലയാളത്തിലും പുള്ളി സ്വന്തം വോയിസ് ആണ്. പക്ഷെ ഹിന്ദിയിലും തെലുഗിലും വേറെ ആൾക്കാരാണ്. ലാലേട്ടന്റെ മലയാളം, തമിഴ്, തെലുഗു മൂന്നും അദ്ദേഹം തന്നെയാണ്. ഹിന്ദിയിൽ വേറെയാണ്. ഇത് മമ്മൂക്ക നായകനായി വരുന്ന പടത്തിൽ ലാലേട്ടന്റെ ഒരു ക്യാമിയോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്ന രീതിയിലായിരുന്നു കേട്ടത്. പക്ഷെ ടീസർ കണ്ടിട്ട് നമുക്ക് ലാലേട്ടൻ ഏകദേശം ഒരു നല്ല സ്ക്രീൻ സ്പേസ് ടീസർ തന്നെയുണ്ട്. സോ പടത്തിൽ അതുവരെ ആയിരിക്കുമോ? ഈ അപ്കമിങ് ഫിലിംസിൽ ഇത്, പിന്നെ ദിലീപിന്റെ ഭഭ, കത്തനാര്, പിന്നെ വേറെ ഏതോ ഒരു പടം കൂടെ ഉണ്ട്. ഒറ്റക്കൊമ്പൻ, സുരേഷ് ഗോപിയുടെ. ഈ പടത്തിലെല്ലാം ലാലേട്ടന്റെ ക്യാമിയോ റോൾ ഉണ്ട് എന്നാണ് കേട്ടത്. അതൊക്കെ ശരിക്കുമുള്ള ക്യാമിയോ റോൾ ആയിരിക്കും. പക്ഷെ ഇത് എക്സ്റ്റെൻഡഡ് ക്യാമിയോയിൽ നിന്നും പിന്നെ എക്സ്റ്റെൻഡ് ആയ ഒരു റോളാണ്. എന്തായാലും ഇത് പൊളിച്ച്. പിന്നെ ഇതില് മമ്മൂക്ക പറയുന്നുണ്ട്, ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക, ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ട്രേറ്റർ ആണോ അതോ പേട്രിയോട്ട് എന്ന് ചോദിക്കുന്നത് ലാലേട്ടനെ കുറിച്ചാണ്. അപ്പോ മോഹൻലാലാണോ വില്ലൻ, അതോ ചാക്കോച്ചനാണോ? കൺഫ്യൂഷൻ ആണല്ലോ. യെസ്, വില്ലൻ ആണെങ്കിൽ പുള്ളിയുടെ, അതായത് വില്ലന്റെ പേരാണ് പടത്തിന്റെ ടൈറ്റിൽ. അങ്ങനെ വരുവാണെങ്കിൽ മിക്കവാറും ലാലേട്ടൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലാലേട്ടന്റെ പേര് ടൈറ്റിൽ, പക്ഷെ പടത്തിൽ നായകൻ മമ്മൂക്ക. അങ്ങനെ ഒരു വെറൈറ്റി വരും. ഇപ്പം ഇതിൽ കണ്ടത് വെച്ചിട്ട് പണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന 2 പേര് പണ്ട് സുഹൃത്തുക്കളായിരുന്നു. അതിൽ ഒരാൾ ഒരു കൈൻഡ് ഓഫ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിലേക്ക് ഭാവിയിൽ മാറുന്നു. അയാളെ പിന്നീട് പിടിക്കാൻ വേണ്ടി ചേസ് ചെയ്ത് പുറകെ പോകുന്ന അടുത്ത ആൾ. അതായിരിക്കും കഥ. അത്രയ്ക്ക് സിമ്പിൾ ആണെങ്കിൽ നമ്മളത് പ്രെഡിക്റ്റ് ചെയ്തു. ഇപ്പോ അത്രയ്ക്ക് സിമ്പിൾ ആയിരിക്കില്ലല്ലേ? അപ്പോൾ അതായിരിക്കില്ല ഐറ്റം. ഐ തിങ്ക് മഹേഷ് നാരായണൻ ഈസ് കുക്കിംഗ് സംതിങ് ബിഗ്. പിന്നെ കാസ്റ്റിംഗ്, ഫഹദ്, ചാക്കോച്ചൻ, നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ്, കിടിലൻ കാസ്റ്റിംഗ് ആണ്. ആൻഡ് സുഷിൻ ശ്യാമിന്റെ സ്കോറും. സോ മലയാളം സിനിമയിലെ മികച്ച അഭിനേതാക്കൾ, മികച്ച ടെക്നീഷ്യൻസ്, ഇവരെല്ലാം കൂടി ഒന്നിക്കുന്ന ഒരു കിടിലൻ ഐറ്റം. സോ ആ ഒരു ഹൈപ്പ് വീണ്ടും വീണ്ടും കൂടിയിരിക്കുകയാണ് ഇതോടുകൂടി. അപ്പൊ കത്തിച്ച് മോനെ കത്തിച്ച്, ഇന്റർനെറ്റിൽ തീ കൊടുത്തിട്ട് 2 പേരും പോയിട്ടുണ്ട്. സോ ഐ എം സോ എക്സൈറ്റഡ്. ഇതിന്റെ റിലീസ് ഡേറ്റ് വല്ലതും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. സോ
മിക്കവാറും 2026-ലാവാനായിരിക്കും സാധ്യത. എനിവേ ഐ എം വെയിറ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നും ടീസർ കണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ വീണ്ടും കാണാം. ശരി.